ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന വേദികളിൽ താരമായി കോഴിക്കോട്ടുകാരി ഹാദിയ ഹക്കീം. കഴിഞ്ഞ ദിവസം ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ മത്സരം നടന്ന അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ 40,000-ഓളം പേർക്ക് മുന്നിലാണ് ഹാദി ഫ്രീ സ്റ്റൈൽ പ്രകടനം നടത്തിയത്. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ ഫ്രീ സ്റ്റൈൽ പ്രകടനം നടത്തി കയ്യടി നേടിയ കോഴിക്കോട് സ്വദേശി ഹാദിയ ഹക്കീമാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. ഹാദിയ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഹാദിയയുടെ വീഡിയോ ശരിക്കും ലക്ഷങ്ങൾ കണ്ട വീഡിയോകളൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും. പക്ഷേ ഈ 10,000-കണക്കിന് ആളുകൾക്ക് മുന്നിൽ ഒരു പെർഫോമൻസ് നടത്തുന്നത് അതാദ്യമാണോ, അതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതുവരെ നമ്മൾ ഒരുപാട് പെർഫോമൻസസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിൽ, അതും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഏഷ്യൻ കപ്പിൻ്റെ ഒരു ഹാഫ് ടൈമിൽ, അതും ഇന്ത്യൻ്റെ കളീൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു എന്താ പറയുക സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടന്ന വേദി കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും വേൾഡ് കപ്പ് നടന്ന ആ ഒരു വേദിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ. ഖത്തർ ലോകകപ്പ് നടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായി ഹാദിയ പല വേദികളിലും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വേദി, അതായത് ഇപ്പോൾ പിച്ചിലാണ് ഇത്തവണ പ്രകടനം നടത്തുന്നത്, അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഞാൻ ഇതേപോലെ ഇവിടെ പെർഫോം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്രാവശ്യം വന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻസിൽ, അതായത് സ്പെക്ടേറ്റേഴ്സ് വരെയും പോവുകയും ചെയ്യുന്ന ലൊക്കേഷൻസിൽ അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർഫോമൻസസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് വേൾഡ് കപ്പിൻ്റെ സമയത്തും ചെയ്തത്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം അവരിങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഹാഫ് ടൈമിന് പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തരുമായിരുന്നു. നേരത്തെ തന്നെ ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ഫാൻ എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും ഹാദിയ ഇവിടെ എത്തിയിരുന്നു. അതെ, അതായത് ഒരു 3 ദിവസത്തെ ഫാൻ ലീഡർ ഡെലിഗേഷൻ എന്ന് പറഞ്ഞൊരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ലൊക്കേഷൻസ് വിസിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അവരങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഖത്തറിലെ മലയാളി അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ ഒരു മുഖം കൂടിയാണ് ഇപ്പോൾ ഹാദിയ. അതെ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചതിൽ. അപ്പോൾ ഇനി എങ്ങനെയാ ഏഷ്യൻ കപ്പ് ഇങ്ങനെ ഇനി ഒരുപാട് കിടക്കുന്നുണ്ട്, ഈ പല വേദികളിലും ഹാദിയ ഇനിയും കാണാൻ കഴിയുമോ? ഇനി എന്താ ഏഷ്യൻ കപ്പ് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ പെർഫോമൻസസ് ഉണ്ടാവും ഈ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻസിലൊക്കെ. അതുപോലെ ഒരു പ്രാവശ്യം കൂടി സ്റ്റേഡിയത്തിൻ്റെ അകത്ത് പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത് ജപ്പാൻ്റെ വരാൻ പോകുന്ന ഇനി ഐ തിങ്ക് നെക്സ്റ്റ് മാച്ചിലാണെന്ന് തോന്നുന്നു. ശരിക്കും ഹാദിയ നല്ല പെർഫോമൻസ് നടത്തി. ആരാധകർ ഗാലറി, നമുക്കറിയാം 40,000-ഓളം വരുന്ന ഒരു ഗാലറി ഉണ്ടായിരുന്നു. വലിയ ആവേശത്തോടെയാണ് അത് ഏറ്റെടുത്തത്. പക്ഷെ ആ മത്സരം ഇന്ത്യ തോറ്റുപോയി. അതെ. ഇനി എന്താ, ഇന്ത്യക്ക് ഇനി വരുന്ന കളിയിൽ നല്ലോണം കളിക്കാമെന്ന് വിഷയമാണ്. ഹാദിയക്ക് ഇതുപോലെ വലിയ വേദികൾ ഇനിയും കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം ഫൈസൽ ഹംസ, മീഡിയ 1.